ഹായ് വെൽക്കം ബാക്ക്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സമയം 3 മണിയായി. ഞാൻ ചായ വെച്ച് പിള്ളേർ സ്കൂളിട്ട് വരുന്ന ടൈമായി. അപ്പോൾ ഞാൻ അടുപ്പിൽ ഒറോട്ടിക്കുള്ള വെള്ളം വെച്ച് പൊടി നല്ലതുപോലെ കിണ്ടി എടുക്കുന്നുണ്ട്. നമുക്ക് ഇടത്താഴത്തിന് ഇക്കാക്ക് ഒറോട്ടി വേണം. അപ്പോൾ പിന്നെ കുറച്ച് തോനെടുത്തിട്ടുണ്ട്. പൊടിയൊക്കെ നല്ലതുപോലെ വാട്ടി എനിക്ക് കൗണ്ടർ ടോപ്പിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ചൂട് കൊടുക്കുക തന്നെ നമ്മൾ പാട്ടയോ ഗ്ലാസ്സോ മഗ് എന്തെങ്കിലും വെച്ചിട്ട് നല്ലതുപോലെ കുഴച്ചെടുക്കണം. നമ്മുടെ കൈ പൊള്ളത്തുമില്ല. പൊടി ആ ചൂട് കൊടുക്കുക തന്നെ കുഴഞ്ഞ് കിട്ടും ചെയ്യും. പിന്നെ ഒത്തിരി നേരം നമ്മൾ കുഴച്ചുകൊണ്ടിരിക്കേണ്ട. നമുക്ക് ഇടത്താഴത്തിനുള്ള ചോറങ്ങ് അടുപ്പിൽ വെക്കാം. എന്നാൽ പിന്നെ അതിൻ്റെ കൂടെ ഇത് പരത്തിയൊക്കെ വരുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ചോറ് വെന്ത് കിട്ടുമല്ലോ. ഇനി ഇത് പ്രസ്സിനകത്ത് വെച്ച് ഒന്ന് അമർത്തിയെടുക്കണം. പിള്ളേരൊക്കെ വന്ന് ട്യൂഷന് പോയി അവർ വരുമ്പോഴത്തേന് ഒറോട്ടിയായി അവർക്ക് കഴിക്കാമല്ലോ. അപ്പോൾ ഇതെല്ലാം ഞാൻ കൈ കൊണ്ടൊന്ന് പരത്തിയെടുക്കണം. അല്ലെങ്കിൽ ഒറോട്ടി കാണാൻ ചുട്ടെടുത്താൽ അങ്ങ് ചെറുതായി വരണം. പിന്നെ ഇടത്താഴത്തിന് കഴിക്കാനില്ല അല്ലേ. അപ്പോൾ പെട്ടെന്ന് പരത്തിയെടുക്കാം നമുക്കിത്. ഞാൻ സമയം നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുമെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും. അപ്പോൾ ഇവിടെ അങ്ങ് ഇനി ഒന്ന് ക്ലീൻ ആക്കിയെടുക്കട്ടെ ആദ്യം. അല്ലെങ്കിൽ പിന്നെ അവിടെ കിടക്കും അത്. അതിൻ്റെ കൂടെ അങ്ങ് എടുത്താൽ അത് പെട്ടെന്ന് അങ്ങ് തീരുമല്ലോ. നമ്മൾ ചോറൊക്കെ വെന്തിട്ട് അത് റൈസ് കുക്കറിനകത്തൊക്കെ നമുക്ക് ഇറക്കി വെക്കാം. അവിടെ കിടക്കട്ടെ. ഇനി കറിക്കുള്ളത് നോക്കാം നമുക്ക്. ചിക്കൻ കറിയാണ്. അപ്പോൾ അതിനകത്തേക്ക് ഉള്ളിയും കിഴങ്ങും. ഞാൻ എല്ലാ കറിയിലും കിഴങ്ങിടും. ചിക്കനും ബീഫൊക്കെ വെക്കുമ്പോഴേ. അപ്പോൾ ഉള്ളിയും കിഴങ്ങും ചിക്കനും എല്ലാം വെച്ച് കുക്കറിനകത്തേക്ക് ഇട്ട് കൊടുത്ത് മഞ്ഞൾപ്പൊടി, മുളകും പൊടി, ജീരകപ്പൊടി, മല്ലിപ്പൊടി, ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ അരച്ച് വെച്ചാണ്. അപ്പോൾ അതും കൂടെ ഇട്ട് കുറച്ച് വെള്ളവും ചേർത്ത്. പിന്നെ ചിക്കനിനകത്തും വെള്ളം വരുമല്ലോ. പിന്നെ അധികം വേവില്ലാത്തതുകൊണ്ട് 2 അടി അടിച്ചാൽ മതി. പെട്ടെന്ന് കറി ആയാൽ പിള്ളേർ ട്യൂഷൻ വിട്ട് വരുമ്പോൾ നമുക്ക് കൊടുക്കാമല്ലോ. ഞാൻ സമയത്ത് നമുക്ക് തേങ്ങ വറുക്കണം. തേങ്ങ വറുത്തരക്കാമെന്ന് വിചാരിക്കുന്ന കറിക്ക്. അപ്പോൾ തേങ്ങ ഒന്ന് വറുക്കട്ടെ. എണ്ണ ഒഴിച്ച് നല്ലപോലെ നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കണം. ഞാനകത്തേക്ക് നമ്മൾ കറിവേപ്പിൻ്റെ ഇല, മഞ്ഞൾപ്പൊടി, ഉള്ളിയും വെളുത്തുള്ളി ഉണ്ടല്ലോ, കൊച്ചുള്ളിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം. ഇനി ചോക്കൻ അങ്ങ് വറുത്തെടുക്കാം നമുക്ക് നല്ലതുപോലെ. അങ്ങ് ജീരകം ഇട്ട് കൊടുക്കണം കേട്ടോ, വലിയ ജീരകം. അതിനെ വെച്ചു ഞാൻ അതവിടെ കിടന്ന് നല്ലതുപോലെ വറുക്കട്ടെ. ചിക്കൻ കൂട്ടൂല. അപ്പോൾ പിന്നെ ഇക്കാക്കിനി കൊഞ്ചോണ്ട് റോസ്റ്റ് ആക്കണം. അപ്പോൾ അതിനകത്തേക്കുള്ള ഉള്ളിയൊക്കെ ഒന്ന് പൊളിച്ചെടുക്കട്ടെ. തന്നെ അടുപ്പോയിന് നമുക്ക് അവിടെ വെച്ച് കൊടുക്കാമല്ലോ. അപ്പോൾ നമ്മൾ തേങ്ങ ഇനി അരച്ചെടുക്കണം. മിക്സിക്കകത്തിട്ട് തേങ്ങ അവിടെ കിടന്ന് അരയട്ടെ. സമയം കൊണ്ട് നമുക്ക് തേങ്ങ അരച്ചെടുത്ത് ഇനി കറി അങ്ങ് തിളപ്പിച്ച് ജാറൊന്ന് ചെറുതായിട്ട് വെള്ളം ഒഴിച്ചുകൊണ്ട് കഴുകി പറഞ്ഞ് നമുക്ക് താളിച്ചെടുക്കാം. കൊച്ചുള്ളി അരിഞ്ഞിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ അതിനകത്തേക്ക് കറിവേപ്പിലയിട്ട് താളിച്ചൊഴിക്കാം നമുക്ക്. ഇനി ഇവനെ അങ്ങ് ചുട്ടെടുക്കണം നമുക്ക്. ഇതാണ് ലാസ്റ്റ് ടാസ്ക്. ഇതെല്ലാം നല്ലതുപോലെ ചുട്ടെടുത്ത് പെട്ടെന്ന് കേട്ടോ പൊള്ളി വരുന്നുണ്ട്. എന്തായാലും പൊടി വാട്ടുന്നത് ശരിയായ എല്ലാം ശരിയാവും. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു പലഹാരമാണ്. എന്നാൽ റിസ്ക്കുമാണ്. നമുക്ക് ഫ്രൂട്ട്സ് പപ്പായയാണ്. അത് കുറച്ച് ചെറിയൊരു പീസ് എടുത്തുകൊണ്ട് ഫ്രൂട്ട്സാക്കി കഷ്ണങ്ങളാക്കി വെക്കാം. പൈനാപ്പിൾ കൊണ്ട് ജ്യൂസും അടിക്കാമെന്ന് വിചാരിക്കുന്നു. ജ്യൂസൊക്കെ അടിച്ച് നമ്മൾ എണ്ണക്കടിയും ഇത് വാങ്ങിയതാണ്, കടയിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നോയമ്പ് മുറിക്കുന്ന സമയമായി. അപ്പോൾ എല്ലാവരും നോയമ്പ് മുറിച്ച് കാണുമല്ലോ അല്ലേ. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.